Welcome to another episode with me, John. നിങ്ങൾക്ക് ആർക്കെങ്കിലും ലോട്ടറി അടിക്കുന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിക്കേ. ഇപ്പൊ കൈ പൊക്കിയപ്പോൾ നിങ്ങൾക്ക് ഷോൾഡറിൽ വേദന വന്നെങ്കിൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. സോ നിങ്ങൾക്ക് ലോട്ടറി തരാൻ എന്നെ കൊണ്ട് പറ്റില്ലായിരിക്കും, പക്ഷേ ഈ ഷോൾഡർ പെയിൻ ഹെൽപ്പ് ചെയ്യാൻ ഐ കൻ ഗിവ് യു 4 എക്സസൈസസ്. സോ ഇന്ന് നമ്മൾ ടോക്ക് ചെയ്യാൻ പോകുന്നത് ഫ്രോസൺ ഷോൾഡറിനെ കുറിച്ചാണ്. ഇതിന് വേറെ പേര് പറയുന്നത് അഡ്ഹീസീവ് ക്യാപ്സുലൈറ്റിസ്. അപ്പോൾ സമയം കളയണ്ട, ലെറ്റ്സ് ഗോ. സോ ഫ്രോസൺ ഷോൾഡർ ഭയങ്കര ഒരു ഫ്രസ്ട്രേറ്റിംഗ് ഇഞ്ചറി ആണ് ഫോർ ലോട്ട് ഓഫ് പീപ്പിൾ. ഇതിന്റെ കാരണം ഈ ഫ്രോസൺ ഷോൾഡർ വരുമ്പോൾ കുറേ സമയം എടുക്കും. ഫോർ ലോട്ട് ഓഫ് പീപ്പിൾ ഇത് വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു ഇഞ്ചറിയാണ്. ഹോപ്പ്ഫുള്ളി ഇന്ന് ഈ എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോൾ ആ റിക്കവറി നമുക്ക് കുറച്ചുകൂടി സ്പീഡപ്പ് ചെയ്യാൻ പറ്റും. ആൻഡ് ഐ ആം ഗോണ എക്സ്പ്ലെയിൻ ടു യു എന്താണ് ഫ്രോസൺ ഷോൾഡർ. സോ ഫ്രോസൺ ഷോൾഡർ ക്യാൻ ബി ഡിവൈഡഡ് ഇൻടു 3 phases. ഫേസ് 1 അതായത് ഇതിന് പറയുന്നത് ഫ്രീസിങ് സ്റ്റേജ് എന്നാണ്. ഈ ഫ്രീസിങ് സ്റ്റേജ് ക്യാൻ ടേക്ക് എനിവേ ഫ്രം 0 to 3 months. സോ ഈ ഫ്രീസിങ് സ്റ്റേജിലാണ് നോർമലി ആൾക്കാർക്ക് വേദന ഫീൽ ചെയ്യുന്നത്. അപ്പോൾ രാത്രി കിടക്കുമ്പോൾ ഉള്ള വേദന, അല്ലെങ്കിൽ കിടക്കുമ്പോൾ ഷോൾഡറിലോട്ടേക്ക് തിരിഞ്ഞ് കിടക്കുമ്പോൾ ഉള്ള വേദന, കൈ അനക്കുമ്പോൾ ഉള്ള വേദന. സോ ഈ ഒരു സ്റ്റേജിലാണ് ഏറ്റവും കൂടുതൽ വേദന ഫീൽ ചെയ്യുന്നത്. പിന്നെ ഉള്ളത് സ്റ്റേജ് 2 അല്ലെങ്കിൽ ഫേസ് 2 എന്ന് പറയുന്നത് ഫ്രോസൺ സ്റ്റേജ് ആണ്. സോ ഈ സ്റ്റേജിൽ വേദനയ്ക്ക് പകരം സ്റ്റിഫ്നെസ് ഫീൽ ചെയ്യും. സോ വേദന കുറഞ്ഞിട്ട് കൈ അനക്കാൻ പാടില്ലാത്ത ഒരു സ്റ്റേജിലോട്ടേക്ക് എത്തും. ഈ സ്റ്റേജ് ഒരു 3 to 9 months വരെ എടുക്കും. പിന്നെ അവസാനത്തെ ഫേസ് ഈസ് കോൾഡ് തോയിങ് ഫേസ്. ഈ ഫേസിലാണ് കുറെ ഇംപ്രൂവ്മെന്റ്സ് നമുക്ക് കാണുന്നത്. അതായത് പെയിനിലാണെങ്കിലും അല്ലെങ്കിൽ സ്റ്റിഫ്നെസ്സിലാണെങ്കിലും സ്ട്രെങ്ത്തിലാണെങ്കിലും ഈ ഫേസിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട്സ് കാണുന്നത്. സോ ഈ ഫേസ് ക്യാൻ ടേക്ക് എനിവേ ഫ്രം 9 to 15 months. സോ നിങ്ങൾക്ക് that's 15 months from the initial injury. So this can be quite a frustrating injury because കുറേ patience വേണം to do your exercises and stretches to make this recovery as fast as possible. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന എക്സസൈസസ് മെയിൻലി ഫേസ് 2 ആൻഡ് ഫേസ് 3 ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ്. ഇപ്പം നിങ്ങൾ ഫേസ് 1 ഭയങ്കര വേദനയുള്ള ആ ഒരു ഫേസിലാണെങ്കിൽ the exercises are a little bit different. And if you are in phase 3, നിങ്ങൾ സ്ട്രെച്ചസോ അല്ലെങ്കിൽ എക്സസൈസസോ ചെയ്യുമ്പോൾ ഭയങ്കര ജെന്റിലായിട്ട് ചെയ്യുക. കാരണം ഫ്രോസൺ ഷോൾഡറിൽ ഈ വേദന വരുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷോൾഡറിൽ ഒരു എന്താ പറയുക, ഒരു സ്ലീവ് പോലത്തെ ഒരു സ്ട്രക്ചർ ഉണ്ട്. ഇതിൻ്റെ പേര് ജോയിന്റ് ക്യാപ്സ്യൂൾ എന്നാണ്. ജോയിന്റ് ക്യാപ്സ്യൂൾ ഗെറ്റ്സ് ഇൻഫ്ലെയിംഡ് ആൻഡ് ഇറ്റ് ഷ്രിങ്ക്സ്. അപ്പോൾ ആ ജോയിന്റ് ക്യാപ്സ്യൂൾ ചുരുങ്ങുമ്പോൾ ഷോൾഡർ ജോയിന്റിലെ സ്പേസ് ആണ് കുറയുന്നത്. ആൻഡ് ആ ഇൻഫ്ലമേഷൻ കോസസ് ദാറ്റ് പെയിൻ വെൻ യു മൂവ് ദാറ്റ് ഷോൾഡർ. സോ നിങ്ങൾ ഈ ഫേസിൽ 1 ഇരിക്കുമ്പോൾ അഗ്രസീവായിട്ടുള്ള സ്ട്രെച്ചസ് ചെയ്താൽ ആ ഇൻഫ്ലമേഷൻ പിന്നെയും കൂടും. അപ്പോൾ നമ്മൾ ഈ പറയാൻ പോകുന്ന എക്സസൈസസ് ഫേസ് 2 and 3 മാത്രം ചെയ്യുക. നിങ്ങൾ ഫേസ് 1 ഫ്രോസൺ ഷോൾഡർ ആണെങ്കിൽ I would recommend you go see a doctor or a physio to manage that pain. So let's get started. First exercise is called pendulum. ഇപ്പോൾ ഈ ക്ലോക്കിൽ കാണുന്ന പെൻഡുലം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഹാൻഡ് മൂവ് ചെയ്യുന്ന പോലെയാണ് ഈ എക്സസൈസ് ചെയ്യേണ്ടത്. സോ ഈ എക്സസൈസ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ മിസ്റ്റേക്ക് ചെയ്യുന്നത് അവരുടെ ഫുൾ ബോഡി ഉപയോഗിച്ച് കൈ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നു. ഈ എക്സസൈസിന്റെ എയിം എന്ന് പറഞ്ഞാൽ നമ്മൾ ഷോൾഡർ റിലാക്സ് ചെയ്ത് ആ ടൈറ്റ്നെസ്സും എല്ലാം നമുക്ക് പയ്യെ നമ്മൾ റിലീസ് ചെയ്യാനായിട്ടാണ് ഈ എക്സസൈസ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഐ വാണ്ട് യു ടു ബെൻഡ് ഓവർ. ഇപ്പോൾ ഒരു കൗച്ചിലാണെങ്കിൽ ഒരു കൈ വെച്ചാൽ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത് അവിടെ ഇങ്ങനെ നിൽക്കാം. ആൻഡ് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ്സ് അല്ലെങ്കിൽ സൈഡ് ടു സൈഡ് ഒരു 30 seconds കംപ്ലീറ്റ് ചെയ്യുക. സോ മേലോട്ടും താഴോട്ടും അല്ലെങ്കിൽ സൈഡ് ടു സൈഡ് പയ്യെ ചെയ്താൽ മതി. നമ്മൾ ഒത്തിരി അങ്ങോട്ടും മേലോട്ടും താഴോട്ടും മൂവ് ചെയ്യുമ്പോഴാണ് we start to not relax. So even if it's a small movement, I want you to fully let go of your shoulders weight and just let it kind of dangle. അപ്പോൾ ഈ ഒരു മൂവ്മെന്റ് ഒരു 30 seconds ചെയ്തിട്ട് അതൊരു 5 times റിപ്പീറ്റ് ചെയ്യുക. ഇത് നിങ്ങൾക്ക് ത്രൂ ഔട്ട് ദ ഡേ ഒരു 3 to 5 times ചെയ്യാവുന്ന ഒരു എക്സസൈസ് ആണ്. ഇപ്പോൾ വേദനയുള്ളവർ പെട്ടെന്ന് ആ
ഏരിയ മൊത്തം കുറെ ടെൻസ് ചെയ്യും ആൻഡ് ദാറ്റ് ക്യാൻ കോസ് എ ലോട്ട് ഓഫ് സ്റ്റിഫ്നെസ്. So ഈ എക്സസൈസ് ചെയ്യുമ്പോൾ that just helps you relax a little bit more and get on with your day. Okay? Second stretch is called a towel stretch. ഇത് ഒരു shoulder stretch exercise ആണ്. You grab a towel എന്നിട്ട് hold it behind you and pull with your other arm. So ഇത് ഒത്തിരി അഗ്രസീവായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. You should be feeling a strong stretch. നിങ്ങളുടെ ഫ്രണ്ട് ഓഫ് യു ഷോൾഡറിൽ കൂടെ ഫീൽ ചെയ്യേണ്ട ഒരു സ്ട്രെച്ച് ആണ്. സോ ആ ടവല് പിടിച്ചിട്ട് മറ്റേ കൈ കൊണ്ട് അത് പയ്യെ മേളോട്ടേക്ക് പൊക്കണം. സോ വേദനയുള്ള ഷോൾഡർ ആയിരിക്കും താഴെയുള്ള കൈ ആൻഡ് വേദന ഇല്ലാത്ത ഷോൾഡർ ആയിരിക്കും മേളിലുള്ള കൈ. ഓക്കെ, സോ പയ്യെ പൊക്കിയാൽ മതി. ആൻഡ് ഐ വാണ്ട് യു ടു ഡു ദ സെയിം തിങ് ഒരു 10 to 15 ടൈംസ് ചെയ്യുക. ആൻഡ് പറ്റുവാണെങ്കിൽ ഒരു 5 to 10 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക. ഇപ്പോൾ ഫ്രോസൺ ഷോൾഡർ വരുമ്പോൾ പലർക്കും കൈ പുറകെ റീച്ച് ചെയ്യാൻ പറ്റാതെ വരും. സോ ഈ എക്സസൈസ് വിൽ ഹെൽപ്പ് യു get that movement back. Our third exercise is called a wall climb. So ഇതും ഒരു പയ്യെ ചെയ്യേണ്ട ഒരു എക്സസൈസ് ആണ്. നമ്മളൊരു വോൾ കണ്ടുപിടിക്കുക, അതിൻ്റെ അടുത്ത് പോയി കൈ പയ്യെ അവിടെ വെക്കുക, എന്നിട്ട് യൂസിങ് our fingers പയ്യെ വോളിൽ കൂടെ ക്ലൈം ചെയ്യുക as far as you can go. ഇപ്പൊ നമ്മളൊരു കംഫർട്ടബിൾ ലെവലെത്തി, യു ഷുഡ് ബി ഫീലിംഗ് ഒരു സ്ട്രെച്ച് ഫീൽ ചെയ്യണം ത്രൂ our shoulders. പക്ഷെ പെയിൻ ഒത്തിരി ഫീൽ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ ഒത്തിരി പെയിൻ ഫീൽ ചെയ്ത് എക്സസൈസസ് ഇപ്പോൾ ചെയ്യുവാണെങ്കിൽ ആ രാത്രി കിടക്കുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ ആ ഫുൾ ഡേ ആഫ്റ്റർനൂൺ നിങ്ങൾക്ക് ആ ഏക്കിങ് ഫീൽ ചെയ്യും ആൻഡ് അത് നിങ്ങളുടെ ഉറക്കത്തെ ബാധിക്കും ആൻഡ് ഈവൻ ദ നെക്സ്റ്റ് ഡേ ചിലപ്പോൾ ആ വേദന കൂടിയെന്നിരിക്കും. സോ ഈ സ്ട്രെച്ചസ് എല്ലാം ഒരു സ്ട്രോങ് സ്ട്രെച്ച് ഫീൽ ചെയ്യണം, പക്ഷേ വേദനയിലോട്ടേക്ക് ഒത്തിരി പുഷ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഈ സ്ട്രെച്ച് ആണെങ്കിലും ഒരു 10 to 30 സെക്കൻഡ്സ് ആ ഒരു മാക്സിമം റേഞ്ചിൽ ഹോൾഡ് ചെയ്യുക, എന്നിട്ട് പയ്യെ താഴോട്ടേക്ക് വരിക. അങ്ങനെ ഒരു 5 to 10 ടൈംസ് റിപ്പീറ്റ് ചെയ്താൽ മതി. ഈ എക്സസൈസ് ചെയ്യുമ്പോൾ ഒരു കാര്യം അവോയ്ഡ് ചെയ്യേണ്ടത്, നമ്മൾ പയ്യെ കൈ ഇങ്ങനെ മേളോട്ടേക്ക് കൊണ്ടുപോകുമ്പോൾ ഷോൾഡേഴ്സ് റിലാക്സ് ചെയ്യുക. അപ്പോൾ ഒത്തിരി ഷോൾഡേഴ്സ് സ്ട്രഗ് ചെയ്യാണ്ട് നമ്മുടെ ഫിംഗേഴ്സ് ഉപയോഗിച്ച് പയ്യെ പയ്യെ ക്ലൈം ചെയ്യുക. ഓക്കെ, സോ ഫ്രോസൺ ഷോൾഡർ വരുമ്പോൾ വേറെ ഒരു ഏരിയയിലും ഭയങ്കര ടൈറ്റ്നസ് ഫീൽ ചെയ്യും ആൻഡ് ദാറ്റ്സ് ഓഫ്റ്റൻ ഈ ബാക്ക് ഓഫ് ദ ഷോൾഡർ. ഇപ്പോൾ ജോയിന്റ് ക്യാപ്സ്യൂള് നമ്മുടെ പുറകിലുള്ള ഈ ഷോൾഡർ ഏരിയയിലും വളരെ സ്റ്റിഫ് ആവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. സോ ഈ എക്സസൈസിന്റെ പേര് ക്രോസ് ബോഡി സ്ട്രെച്ച് എന്നാണ്. സോ ഓൾ യു ഡൂയിങ്, ഇത് നമ്മൾ എന്നുകൊണ്ടാണെങ്കിലും നിന്നുകൊണ്ടാണെങ്കിലും നമ്മുടെ അഫക്റ്റഡ് ഷോൾഡർ ഉപയോഗിച്ച് കൈ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ പിടിക്കുക ആൻഡ് ആ സ്ട്രെച്ച് നമ്മൾ ഈ ഒരു ബാക്ക് ഓഫ് ദ ഷോൾഡർ ഏരിയയിൽ ഫീൽ ചെയ്യണം. ഇത് സ്റ്റിഫ് ആണെങ്കിൽ നന്നായിട്ട് പുഷ് ചെയ്യാൻ പാകത്തിന് ചെയ്യുക. വേദന ഉണ്ടെങ്കിൽ ഒത്തിരി വേദനയിലൂടെയും പുഷ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ലൈക്ക് ദി അതർ സ്ട്രെച്ചസ് ആ ഒരു പൊസിഷനിൽ ഒരു 30 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക, എന്നിട്ട് ഒരു 2 to 3 ടൈംസ് റിപ്പീറ്റ് ചെയ്യുക. ഓൾറൈറ്റ്, അപ്പോൾ നമ്മൾ 4 എക്സസൈസിനെ കുറിച്ച് സംസാരിച്ചു. അത് കുറച്ച് എക്സസൈസസ് നമ്മുടെ ഷോൾഡർ റിലാക്സ് ചെയ്യാനായിരുന്നു, കുറച്ച് എക്സസൈസസ് നമ്മുടെ ഷോൾഡറിനെ സ്ട്രെച്ച് ചെയ്യാനായിരുന്നു. അപ്പോൾ ഈ എല്ലാ എക്സസൈസസും എല്ലാ ദിവസവും 1-2 പ്രാവശ്യം ചെയ്യുക. നമുക്ക് ആ സ്റ്റിഫ്നെസ്സിനെയാണ് ഏറ്റവും ആദ്യം തന്നെ ഇമ്പ്രൂവ് ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് നമ്മുടെ ഷോൾഡറിനെ സ്ട്രോങ് ആക്കാം. സോ ഈ 4 കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വേദനയോ അല്ലെങ്കിൽ ഈ എക്സസൈസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ leave it in the comment box below. Make sure you leave a like and subscribe, and hopefully see you in the next one. Bye.